ആക്രമണകാരികളായ തെരുവുനായ്ക്കളെ കൊല്ലാമെന്ന സുപ്രീം കോടതി വിധി ആശ്വാസം നൽകുന്നതാണെന്ന് തെരുവുനായ കടിച്ചുകൊന്ന കാർത്തികേയനുടെ മകൻ മണിയൻ പറഞ്ഞു. മാർച്ച് 12-നാണ് വെള്ളറക്കാട് കൊല്ലൻപടി സ്വദേശിയായ കിഴക്കേപ്പുരയ്ക്കൽ കാർത്തികേയനെ തെരുവുനായ കടിച്ചുകൊന്നത്. പേവിഷബാധയുണ്ടായിരുന്ന തെരുവുനായ കിടപ്പ് രോഗിയായ കാർത്തികേയനെ വീടിനകത്ത് കയറി ക്രൂരമായി കടിച്ചു കൊല്ലുകയായിരുന്നു. കിടപ്പ് രോഗിയും മാനസിക അസ്വാസ്ഥ്യമുള്ളയാളുമായി അവരുടെ മകൻ ദേവദാസ് മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ദേവദാസിനെയും നായ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്നു. ആക്രമണത്തെ തുടർന്ന് 2 ആഴ്ചയോളം പരിസര പ്രദേശത്തുള്ളവർ പുറത്തിറങ്ങാൻ പോലും ഭയപ്പെട്ടിരുന്നുവെന്നും തെരുവുനായ്ക്കളുടെ ശല്യം ഇന്നും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നും മണിയൻ പറഞ്ഞു. സുപ്രീം കോടതി വിധി ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് എന്തായാലും സ്വാഗതാർഹമാണ്, നല്ലൊരു കാര്യം തന്നെയാണ്. ഒരുപാട് തെരുവുനായ്ക്കൾ ഈ പറഞ്ഞ മാതിരി തന്നെ അലഞ്ഞ് നടക്കുന്നുണ്ട്. അതിനൊക്കെ കൊല്ലാന്നുള്ള ഉത്തരവുണ്ട്. അതുമാത്രമല്ല, അതിനെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ ഒരു ഷട്ടറിലൊക്കെ ഇടാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. മിക്ക സ്ഥലങ്ങളിലും ഈ പറഞ്ഞ മാതിരി തന്നെ തെരുവുനായ്ക്കൾ കടിച്ചിട്ട് അപകടം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സുപ്രീം കോടതി വിധി നമ്മളത് നല്ലൊരു കാര്യമായിട്ട് അംഗീകരിക്കുകയാണ്. കൊല്ലൻപടിയിൽ സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ വ്യക്തിയുടെ ക്വാറിയിലും ഇടവഴികളിലും വൻതോതിൽ കോഴിയറവ് അവശിഷ്ടങ്ങൾ തള്ളുന്നത് പതിവാണെന്നും ഇത് ഭക്ഷിക്കാനെത്തുന്ന നായ്ക്കളാണ് ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നതെന്നും മണിയൻ പറഞ്ഞു. അതേസമയം നായയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാർത്തികേയനയുടെ കുടുംബത്തിനും കടിയേറ്റ ദേവദാസിനും സർക്കാരിൽ നിന്നും പ്രഖ്യാപിച്ച ധനസഹായങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും മരണാനന്തര ക്രിയകൾക്കായി പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച 10,000 രൂപ മാത്രമാണ് സഹായമായി ലഭിച്ചിട്ടുള്ളതെന്നും മണിയൻ പറഞ്ഞു. TCV എരുമപ്പെട്ടി.